ഏറെ വേദനയോടെയാണ് കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിന് നാട് വിട നൽകിയത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ എബ്രഹാം. 10 മാസമുള്ള മകളുടെ അവയവങ്ങൾ എറണാകുളം അമൃത ആശുപത്രിയിൽ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണുമാണ് ദാനം ചെയ്തത്. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കരൾ നൽകിയത്. തീവ്ര ദുഃഖത്തിലും 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകാനായ ആശ്വാസത്തിലാണ് കുടുംബം. മരണം നടന്നതിന് ശേഷം എൻ്റെ മകൻ എന്നെ വിളിക്കുന്നു. ഓർഗൻസ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? പൂർണ്ണ സമ്മതം കൊടുക്കുകയാണ് ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുട്ടി പോയാലും 5 പേരുടെ ജീവിക്കും എന്നുള്ള തൃപ്തിയാണ് എനിക്കുള്ളത്. എന്നോടൊപ്പം ഇവിടെ ഒത്തിരി സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, അതിൽ സുഹൃത്തുക്കളല്ല, നല്ല സുഹൃത്ത് ബന്ധം ആണ് ഞങ്ങൾക്കിപ്പം ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള മകൾക്ക് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. കോട്ടയത്തു നിന്നും തിരുവല്ലയിലേക്ക് MC റോഡ് വഴി കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ പള്ളം ബോർമ കവല ജംഗ്ഷന് സമീപം എതിർദിശയിൽ നിന്ന് വന്ന കാർ വാഹനത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടാവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലും ആശുപത്രികളിലേക്കും പിന്നീട് ഫെബ്രുവരി 7-ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. തുടർന്നാണ് ഇന്നലെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയും കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകുകയും ചെയ്തത്. കുട്ടിയുടെ 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകി. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 2 നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലേക്കുമാണ് നൽകിയിട്ടുള്ളത്. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് KSOTയുടെ നേതൃത്വത്തിലാണ് അവയവദാനത്തിന്റെ ഏകോപനം നടന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലിന്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെത്തിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ നടക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.